നമസ്കാരം, ഞാൻ വിനീഷ് രോഗിണി. നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയക്കാർക്കോ 4000 മുതൽ 1 ലക്ഷം രൂപ വരെ അടിയന്തരമായിട്ട് ആവശ്യം വന്നാൽ ഞാൻ ഇന്ന് പറയുന്ന ലോൺ ആപ്പ് നിങ്ങളെ സഹായിച്ചേക്കും. ഇതൊരു RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോൺ ആപ്പാണ്. 0.2 to 1% ആണ് ഇവർ ഇൻട്രസ്റ്റ് ഈടാക്കുന്നത്. സോ ഇതിന്റെ വിശദാംശങ്ങളിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ലോൺ ആപ്പുകളുടെ വിവരങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. കൂട്ടുകാർക്കും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ലോൺ ആപ്പിന്റെ പേര് എന്ന് പറയുന്നത് കാമാക്ഷി മണി എന്നാണ്. ഇതൊരു RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോൺ ആപ്പാണ്. ആദ്യം തന്നെ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ കാമാക്ഷി മണിയുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ എത്തുന്നു. വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ 3 മെനൂസ് ആണുള്ളത്: ഹോം, പ്രൊഡക്ട്സ് ആൻഡ് കോൺടാക്ട്. ഇതിനകത്ത് അച്ചീവ് യുവർ ഗോൾ, ആക്സസ് ഫാസ്റ്റ് ഫൈനാൻസിങ് എന്ന് പറഞ്ഞു കാണാം. 3 സ്റ്റെപ്സിലൂടെ നമുക്ക് നമ്മുടെ ലോൺ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. സോ 157 ആൻഡ് 50K പ്ലസ് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്, 200 പ്ലസ് ക്രോസ് ഇവർ ഓൾറെഡി ഡിസ്ബസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ അപ്ഡേറ്റുകളാണ് താഴേക്ക് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്റ്റെപ്സും കൊടുത്തിട്ടുണ്ട്. KYC, ലോൺ ഓഫർ ആൻഡ് ഡിസ്ബസ് ലോൺ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കാമാക്ഷി മണി ഈസ് എ യൂണിറ്റ് ഓഫ് അവ ഫൈനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് NBFC. അവ ഫൈനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ NBFC വഴിയാണ് ലോൺ കൊടുക്കുന്നത്. ഇനി കമ്പനിയുമായി ബന്ധപ്പെട്ട്, അതായത് ലോണുമായി ബന്ധപ്പെട്ട് എന്ത് വിവരങ്ങൾക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് താഴെ കാണുന്നത്. ഇതാണ് നമ്പർ. ഇദ്ദേഹത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. രാവിലെ മൺഡേ ടു ഫ്രൈഡേ 11:30 മുതൽ 5:30 വരെയാണ് കോൺടാക്ട് ചെയ്യാൻ പറ്റുക. അങ്കിത് വർമ്മ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ത് ആവശ്യമുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ലോണിന്റെ വിവരങ്ങളിലേക്ക് പോകാം. ലോൺ അപ്ലൈ ചെയ്യുന്നത് ഇവിടെ ഈ ഒരു വെബ്സൈറ്റ് വഴി അപ്ലൈ നൗ എന്ന് പറഞ്ഞ ബട്ടൺ വഴിയാണ്. എങ്കിലും നമ്മൾ അവ ഫൈനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനി ഇത് RBI അപ്രൂവ്ഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അവ ഫൈനാൻസ് ഞാൻ കോപ്പി ചെയ്തിട്ട് RBIയുടെ NBFC ലിസ്റ്റിൽ വന്നിട്ട് അവ ഫൈനാൻസ് ഞാൻ പേസ്റ്റ് ചെയ്തിട്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവ ഫൈനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതാ 853ാമത്തെ റോയിലാണ് RBIയുടെ NBFC ലിസ്റ്റിന്റെ 853ാമത്തെ റോയിലാണ് അവ ഫൈനാൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അവ ഫൈനാൻസിന്റെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇൻസ്റ്റന്റ് അപ്രൂവൽ ആണ്, ഫ്ലെക്സിബിൾ ലോൺ എമൗണ്ട് ആണ്. ഏകദേശം 4000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ് ഇവർ കൊടുക്കുന്നത്. 0.2 to 1% ആണ് പെർ ഡേ ഇൻട്രസ്റ്റ് ഇവർ ഈടാക്കുന്നത്. പാർഷ്യൽ പേയ്മെന്റ് അലൗഡ് ആണ്. പാർഷ്യലായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ക്ലിയർ ടേംസ്, ഈസി റീപേയ്മെന്റ്, ദെൻ അപ്ലൈ ഓൺലൈൻ, ഗെറ്റ് അപ്രൂവ്ഡ്, റിസീവ് ഫണ്ട്സ് ആൻഡ് റീപേ യുവർ ലോൺ. ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. സോ അവ ഫൈനാൻസ് RBI അപ്രൂവ്ഡ് NBFC അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് അവ ഫൈനാൻസിന്റെ വെബ്സൈറ്റ് ആണ്. ഓക്കെ, കാമാക്ഷി മണി വഴിയാണ് ഇവർ കൊടുക്കുന്നത്. അതിന്റെ കാരണം നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ലോണുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ വെബ്സൈറ്റിന്റെ ഏറ്റവും താഴെ കാമാക്ഷി മണി എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ആപ്പ് വഴി, വെബ്സൈറ്റ് വഴിയാണ് ഇവർ ലോൺ കൊടുക്കുന്നത്. ഇവർക്ക് ആൻഡ്രോയിഡ് ആപ്പ് ഇല്ല, iOS ആപ്പും ഇല്ല. നിലവിൽ അവർ വെബ്സൈറ്റ് വഴിയാണ് ലോണ് കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ വെബ്സൈറ്റിന്റെ ഏറ്റവും താഴെ കാമാക്ഷി മണി എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കാണാം. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ വെബ്സൈറ്റിലേക്ക്, ഈ പറഞ്ഞ വെബ്സൈറ്റിലേക്ക് എത്തുക. ഈ വെബ്സൈറ്റിലെ ഫുൾ ഡാറ്റാസ് ഇവിടെ അവൈലബിൾ ആണ്. ഇനി അപ്ലൈ ചെയ്യുന്ന വിവരങ്ങൾ നമ്മൾ നോക്കാം. ഈ ഒരു മെനുവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ മേളിൽ അപ്ലൈ എന്ന് പറഞ്ഞ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു OTP, നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കണം. ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും. OTP കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഈ പേജ് ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ ലോൺ ഓഫർ കാണും. ഇൻസ്റ്റന്റ് ലോൺ അപ് ടു 8 lakhs. ഇവിടെ 100% പേപ്പർലെസ് ആൻഡ് ഇൻസ്റ്റന്റ് ലോൺ ആൻഡ് ഫ്ലെക്സിബിൾ EMIs കാര്യങ്ങൾ കാണാം. KYC കംപ്ലീറ്റ് ചെയ്യണം. KYC കംപ്ലീറ്റ് ചെയ്യുന്ന മുറയ്ക്കാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുക. ഓരോരാളുടെയും എലിജിബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് ലോൺ ലഭിക്കുക. ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ ലോൺ കിട്ടണമെന്നൊന്നുമില്ല. ഓർക്കുക, നമ്മൾ എവിടുന്നും ലോൺ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് ലോൺ ഓഫറുകൾ നിങ്ങൾക്ക് വാട്സപ്പിലും അതുപോലെ തന്നെ ഫോണിലൊക്കെ കോൾ ആയിട്ടും SMS ആയിട്ടൊക്കെ വരും. അപ്പൊ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് RBI അംഗീകൃതമായിട്ടുള്ള ഒരു കമ്പനിയാണോ എന്നാണ്. RBIയുടെ NBFC ലിസ്റ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യുക. RBIയുടെ റൂൾസ് റെഗുലേഷൻസ് പ്രകാരം ഫോളോ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ മാത്രം ലോൺ എടുക്കുക. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലെ ആപ്പ് സ്റ്റോറിലെ ആപ്പ് ആണെങ്കിൽ അതിന് താഴെയുള്ള കമന്റ്സ് കാര്യങ്ങളൊക്കെ നോക്കുക. അതോടൊപ്പം തന്നെ ആർക്കും പേയ്മെന്റ് ഇട്ട് കൊടുക്കരുത്. ഇപ്പോൾ ലൈക്ക് ലോൺ നിങ്ങൾക്ക് അപ്രൂവ്ഡ് ആയി, ഇത്ര എമൗണ്ട് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താല്പര്യമില്ല എന്ന് പറയാം. പലരും സബ്സ്ക്രിപ്ഷൻ ഫീസ്, അപ്ലിക്കേഷൻ ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ എമൗണ്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. അതോടൊപ്പം തന്നെ KYC കാര്യങ്ങളൊക്കെ ആപ്പ് വഴി തന്നെ നിങ്ങൾ ലീഗലി
മാനുവലി തന്നെ ചെയ്യുക. അല്ലാതെ ഒരാൾക്കും വാട്സപ്പ് വഴി ഒരു ഡാറ്റയും ഷെയർ ചെയ്യേണ്ട. ഒരു കമ്പനിയിൽ ഒരാൾക്കാർ നമ്മളെ വാട്സപ്പ് വഴി ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഡാറ്റയും ഷെയർ ചെയ്യാതിരിക്കുക. സോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ലോണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് 1930 എന്ന് പറഞ്ഞ കസ്റ്റമർ കെയർ നമ്പർ, കേരള പോലീസിന്റെ കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അവരെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ലോൺ എടുക്കുക. ഇതുപോലുള്ള ഒരുപാട് ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകൾ ഉണ്ട്, RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള. അതിന്റെയൊക്കെ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഓർക്കുക, ഇത്തരത്തിലുള്ള ജെന്യൂൻ ആയിട്ടുള്ള RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോൺ ആപ്പുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. ഇതുപോലെയുള്ള ഒരുപാട് ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകൾ ഉണ്ട്. ഈ ലോൺ ആപ്പുകളിൽ നിന്നും ലോൺ എടുത്ത നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലോൺ കിട്ടിയെങ്കിലും ലോൺ കിട്ടിയില്ലെങ്കിലും അതുപോലെ തന്നെ അവരുടെ നിങ്ങളോടുള്ള അപ്രോച്ചും മറ്റുള്ള എല്ലാ കാര്യങ്ങളും കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മറ്റുള്ള യൂസേഴ്സിന് ഒരുപാട് സഹായകരമായിട്ട് മാറും. ഇതുപോലെയുള്ള ഒരുപാട് ലോൺ ആപ്പുകൾ ഉണ്ട്. പലർക്കും അതിൽ നിന്ന് ലോൺ കിട്ടിയിട്ടുണ്ട്, കുറെ ആൾക്ക് കിട്ടാതിരുന്നിട്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ നിഷോണി സൈനിങ് ഓഫ്. ബൈ.